അപ്പോൾ ഹലോ ഗായ്സ്, നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് നിങ്ങളിൽ മുമ്പ് വന്നിരിക്കുന്നത് നമ്മൾ ദാറുൽ ഹുദ DHNC എന്നറിയപ്പെടുന്ന കേരളത്തിലുടനീളം വ്യാപിച്ചിരിക്കുന്ന ഈ ദാറുൽ ഹുദ യൂണിവേഴ്സിറ്റി, ഈ കോളേജിനെ പരിചയപ്പെടുത്താനാണ്. അവിടെ ദാറുൽ ഹുദ. അപ്പോൾ ഗായ്സ്, ഇതിന്റെ മെയിൻ കോളേജ് എന്ന് പറയുന്നത് ചമ്മാടാണ്. അപ്പോൾ ഇതിന്റെ ഓഫ് ക്യാമ്പസ് ഈ കോളേജ് തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്ന കോളേജിലേക്കാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഗായ്സ്, നമ്മൾ ഇപ്പം DHNCയിലെ തിരുവനന്തപുരം സെന്ററിലെ നമ്മൾ ഗ്രൗണ്ടുകളൊക്കെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരം കോളേജിൽ 4 തരം ഗ്രൗണ്ടുകളാണുള്ളത്. 4 വിഭാഗമായി തിരിച്ചതാണ്. അതിൽ 6 ഉണ്ട്. 2 വോളിബോൾ കോർട്ടാണ്, 4 ഫുട്ബോൾ ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മൾ നേരെ കാണിച്ചു തരാൻ പോവാം. അപ്പോൾ ഗായ്സ്, നമ്മളിവിടെ 1ാമത്തെ വോളിബോൾ കോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ വോളിബോൾ കോർട്ട് സീനിയേഴ്സാണ് ഉണ്ടാക്കിയത്. ഞങ്ങളൊക്കെ സീനിയേഴ്സാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെ വോളി കോർട്ട് കാണുന്നില്ല എല്ലാവരും. അപ്പോൾ നമ്മൾ നേരെ ഇനി മറ്റേ വോളിബോൾ കോർട്ടിൽ പോയി. അപ്പം ഗൈസ്, നമ്മൾ 2ാമത്തെ വോളിബോൾ കോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ വോളിബോൾ കോർട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കമ്പിയൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും. വോളിബോൾ കോർട്ട് കെട്ടാൻ കമ്പിയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ വേദി 1 ഇവിടെ നമ്മുടെ ഈ കോളേജിൽ കലാമുന എന്നുള്ള വലിയൊരു പരിപാടി ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആദ്യം വന്ന കൊല്ലം കലാഫിലായിരുന്നു, പിന്നെ ബർമജ, ഇപ്പോൾ കലാമുന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വേദിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് 2ാമത്തെ കോർട്ട്. നേരെ നമുക്ക് അപ്പുറത്തേക്ക് പോവാം. അപ്പം ഗൈസ്, നമ്മളിവിടെ കാണാൻ പോകുന്നത് 1ാമത്തെ ഗ്രൗണ്ടാണ്. ഇവിടെ ഈ കാണുന്നത് 2 ഗ്രൗണ്ടീച്ചാണ്. ഒരു ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ 2 ഗ്രൗണ്ടാക്കി കളിക്കുകയാണ്. പിന്നെ അവിടെ നോക്കുകയാണെങ്കിൽ 3ാമത്തെ ഗ്രൗണ്ടാണ്. പിന്നെ അവിടെ മെയിൻ ഗ്രൗണ്ടാണ്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. അവിടെ നമ്മൾ വലിയ ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വെള്ളയിൽ വെച്ച് ഏറ്റവും വലിയ ഗ്രൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അവിടെയാണ് എപ്പോഴും നല്ല സുഖകരമായി കഴിയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് DHNCയിലെ ഓഫീസ് കാണാനാണ്. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് നേരെ പോവാണ്. അപ്പോൾ അവിടെ ഉസ്താദന്മാരൊക്കെ ഉണ്ട്. നേരെ ഓലെടുത്ത് പോവാം. ഞാൻ ചോദിക്കാൻ കാരണം 1956 അപ്പോൾ നമ്മളെ കോളേജിനെ പറ്റി ലത്തീഫ്സ്ഥാന് നല്ല അഭിപ്രായമാണുള്ളത്. അടുത്ത നമ്മുടെ സാജിസ്ഥാനാണ്. പിന്നെ നമ്മളെ 2 മെയിൻ കോർഡിനേറ്റേഴ്സ്, കലാമുനേൻ്റെ മെയിൻ കോർഡിനേറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ നേരെ ഈ പ്രിൻസിപ്പൽ റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പ്രിൻസിപ്പൽ അപ്പോൾ നമ്മൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് പോവാം. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ആന്ധ്രാപ്രദേശ്, ഇത് നിങ്ങളുടെ തെലുങ്കാനാന്ന് പറഞ്ഞു. ഈ ആന്ധ്രാപ്രദേശിനെ 2 സംസ്ഥാനങ്ങളാണ്. കൽക്കട്ട ബംഗാളികൾ സംസാരിക്കുന്നത് കൽക്കട്ടയുണ്ട്, ബംഗാൾ, വെസ്റ്റ് ബംഗാൾ അല്ലേ. ഓരോ സംസ്ഥാനത്തിന്റെയും ഭാഷയുടെ മലയാളം പറയുന്ന ഭാഷയാണ് നമ്മുടെ ഇന്ന് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ വരെയുള്ള പ്രദേശങ്ങൾ, ആലപ്പുഴ ജില്ലയുടെ പ്രദേശങ്ങളെല്ലാം ഒരു ഭാഗമായിട്ട് അതിനപ്പുറത്ത് ഏകദേശം ഭാരതപ്പുഴ കടന്ന് ഒരു ഭാഗമായിരുന്നു കൊച്ചി എന്ന് പറയുന്ന രാജ്യം. പിന്നൊരു രാജ്യമാണ് ഇപ്പോൾ മലബാർ. ഇഷ്ടംപോലെ ഇഷ്ടംപോലെ 8 ക്ലാസ് ഉണ്ട്. 7 ക്ലാസ് ആണ്. 8 ക്ലാസ് റൂം ഉണ്ട്. 3ാം ക്ലാസ് 2 റൂമുകളുണ്ട്. ഇത് കലാമുനയുണ്ട്. അതിന്റെ ഫെസ്റ്റിന് വേണ്ടി നമ്മൾ പോവാണ്. ക്ലാസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 1ാം ക്ലാസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ 1ാം ക്ലാസ് മലയാളം എന്ന ഭാഷയുടെ 1ാം ക്ലാസ്സിൽ ഇപ്പൊ പരിപാടിയുടെ തിരക്കായുണ്ട്. എല്ലാവരും പരിപാടിയിൽ മുഴുകിയിരിക്കുകയാണ്. ഇവിടെ എല്ലാവരും കൂടിച്ചേർന്ന് ഒരു വലിയ സംഗമം ക്ലാസ് എടുക്കും. പഠിക്കുന്ന വിദ്യാർത്ഥികളുമാണ്. അപ്പൊ നേരെ അടുത്ത ക്ലാസ്സിലേക്ക്. അപ്പൊ നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2
റൂമുകളും അപ്പുറത്തും ഇപ്പുറത്തും ഈ ക്ലാസ് റൂം തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ പ്രവേശനം ഇല്ലാത്ത നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോവാണ്. ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഇത് പറഞ്ഞില്ല. അപ്പൊ പ്രവേശനത്തിൽ തന്നെ നമുക്ക് അടുത്തേക്ക് പോവാം. അപ്പൊ ഗൈസ് മോളിലും അതേപോലെ തന്നെ ക്യാമ്പിംഗ് ഹൗസിന് വേണ്ടി അവിടെ വെച്ചിട്ടുള്ള 2 റൂമാണ്. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഇവിടുന്ന് പരിചയപ്പെട്ട 2 സുഹൃത്തുക്കളാണ്. മുൻപരിചയം ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ 2 സുഹൃത്തുക്കളാണ് നമ്മളത്. അപ്പൊ നമ്മൾ നേരെ അവിടുത്തെ ലൈബ്രറിയിലോട്ട് കമ്പ്യൂട്ടർ ലാബിലൊക്കെ പോവാം. അപ്പൊ ഹലോ ഗൈസ്, നമ്മൾ കമ്പ്യൂട്ടർ ലാബിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കാൻ കുറെ കമ്പ്യൂട്ടർ ഉണ്ട്. അപ്പം നമ്മുടെ കോളേജിൽ സദാ കുട്ടികൾ നമ്മുടെ ഡിജിറ്റൽ പരമായി ചെയ്യുന്ന പ്രത്യേകതരം കുട്ടികളും ഇവിടെ നിന്നാണ് നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചെടുക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മേഖല പറയാം. കുറെ കമ്പ്യൂട്ടർ 10-ലേറെ കമ്പ്യൂട്ടർ നമുക്ക് ഈ ലാബിൽ തന്നെ കാണാം. അപ്പൊ നമ്മള് കമ്പ്യൂട്ടർ ലാബാണ് വളരെ മനോഹരമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ കമ്പ്യൂട്ടർ ലാബാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗമായിട്ടുള്ള ലൈബ്രറിയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പൊ നമ്മൾ ലൈബ്രറി എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് പല വിധത്തിലുള്ള പല ഭാഷയിലുള്ള ബുക്കും നമുക്ക് ഈ ലൈബ്രറിയിൽ കാണാൻ കഴിയും. അപ്പൊ നമ്മള് സദാ കുട്ടികളും വായിച്ചുകൊണ്ടിരിക്കുന്ന പത്രവും ഡിജിറ്റൽ പത്രവും ഡൈജസ്റ്റുകളും ഇവിടെ വെച്ചിട്ട് കുട്ടികൾ ഇന്റർവെല്ലിനൊക്കെ വന്ന് വായിക്കാൻ മനോഹരമായ ഭാഗത്തിന് വെച്ചിട്ടുള്ളതാണിത്. നമുക്ക് ലൈബ്രറിന്റെ ഉള്ളിൽ കയറി നോക്കാം. അപ്പൊ ഗൈസ്, ഈ തട്ടുകളായി വളരെ മനോഹരത്തിൽ ചെയ്തിരിക്കുന്ന ഈ ലൈബ്രറിന്റെ മനോഹാരിത കൊണ്ട് ആരും മതി മറന്നു പോകും. അപ്പൊ നമ്മുടെ ലൈബ്രറി നോക്കി നടത്തുന്ന ദിവസമായിട്ടുള്ള ഫൈൽസ് തന്നെ എടുത്തു പോകാം. വരൂ. അപ്പൊ ഗൈസ്, അധികം തോനെ പത്രങ്ങളുണ്ട്. 3 വർഷക്കാലമായിട്ടുള്ള കുറെ പത്രങ്ങൾ ഇവിടെ സ്വരൂപിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ മോളിൽ കാണാം കുറെ പത്രങ്ങൾ ഇവിടെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഈ പത്രങ്ങളൊക്കെ ഇനി കുറെ കാലങ്ങൾക്ക് ശേഷം കുട്ടികൾക്ക് ചിത്രവും ഇതൊക്കെ വെച്ച് നമുക്ക് എന്താ പരിപാടിക്കൊക്കെ ഉപയോഗിക്കാനായിരിക്കും വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പൊ ഗൈസ്, നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾക്ക് എല്ലാവരും ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ വിദ്യാർത്ഥികളൊക്കെ ഫുഡ് കഴിക്കും. ഇവിടെ ഉസ്താദുമാര് ഫുഡ് കഴിക്കും. അപ്പൊ നമ്മൾ ഈ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന 3 ഭണ്ഡാരിമാരാണുള്ളത്. ഒന്ന് ജാമിദ് ഭായ്, റഹ്മത്ത് ഭായ്, ആലം ഭായ്. അപ്പൊ നമ്മൾക്ക് അവരെ പരിചയപ്പെടുത്താം. അപ്പൊ ഗൈസ്, അവര് ഭയങ്കരമായി ഫുഡാക്കുന്ന തിരക്കിലാണ്. നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ അവിടെ ഓഡിറ്റോറിയത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഈ ഓഡിറ്റോറിയത്തിലേക്കാണ്. ഈ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമകറ്റ മനോഹരമായ സ്ഥലമാണ്. നമ്മൾക്ക് മഴ പെയ്താൽ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ നിസ്കരിക്കലും മറ്റു പരിപാടികളൊക്കെ ചെയ്യലും ദുആ ചെയ്യലും ദുഹായൊക്കെ ഇവിടെ നിന്നാണ് നിസ്കരിക്കല്. അപ്പൊ നമ്മൾക്കൊരു പുതിയ ഗസ്റ്റ് വന്നാൽ നമ്മൾ ഇവിടുന്ന് വന്ന് ഇവിടേക്ക് വന്നിട്ട് അവരുടെ ടോക്ക് മനോഹരമായുള്ള ടോക്ക് കേൾക്കുകയും നമ്മൾ അത് ആസ്വദിച്ച് കേൾക്കുകയും ചെയ്യും. ഇനി നമുക്ക് നേരെ നമുക്ക് റൂമുകളൊക്കെ പരിചയപ്പെടാൻ പോകാം. അപ്പൊ ഗൈസ്, നമ്മൾ റൂമിലെ കണക്ക് നോക്കുകയാണെങ്കിൽ 5 റൂമും 17 കുട്ടികളുടെ റൂമാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഫ്ലോറും ഇങ്ങനെ വരാത്ത ഫുള്ള് റൂമുകളാണ്. അപ്പൊ നമ്മളെ മുകളിലത്തെ റൂം നേരെ കാണാൻ പോവാം. അപ്പൊ ഗൈസ്, മുകളിലെ ഫ്ലോറിലെ റൂമുകളാണ്. ഇവിടെ നീണ്ടു കിടക്കുന്ന കുറെ റൂമുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കുറെ മനോഹരമായിട്ടുള്ള കുറെ വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ച റൂമുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുകളിലത്തെ ഫ്ലോറിൽ ബാത്റൂം ഉണ്ട്. അത് എല്ലാവരും പോകുന്ന കാര്യങ്ങൾ സാധിക്കുന്ന ഈ ബാത്റൂമാണ്. ഇത് വല്ലാത്ത വൃത്തിയൊന്നുമില്ലെങ്കിലും വെച്ച് പോകും, അത്രേ ഉള്ളൂ. എന്നാ നമ്മൾ നേരെ അടിയത്തെ ബാത്റൂമിലേക്ക് പോകാം. അപ്പൊ നേരത്തെ സിസ്റ്റം തന്നെ ഇവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണുകയാണെങ്കിൽ മുകളിൽ യൂറോപ്യാണ്, ഇവിടെ ക്ലോസറ്റ് ആയിട്ടാണ്. ആ സിറ്റുവേഷനും മാത്രമേ ഇതിനുള്ളൂ. അതുപോലെ തന്നെ മുകളിലത്തെ സിറ്റുവേഷനും ആണ്. മുകളിലും ചെപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് ഈ ബാത്റൂം അങ്ങനെ നടന്നു പോകുന്നു. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് മെഡിക്കൽ റൂമാണ്. അപ്പൊ മെഡിക്കൽ റൂമിൽ വിദ്യാർത്ഥികൾ പരിക്കും മുറിവും പറ്റി നമ്മളെ ഇങ്ങോട്ട് വരുമ്പോൾ മെഡിക്കൽ റൂം അതൊക്കെ പരിഹരിച്ചു കൊടുക്കുന്ന റൂമാണ് മെഡിക്കൽ റൂം. അതിന്റെ ചുമതല ലത്തീഫ് ഉസ്താദിനാണ്. സയൻസും അങ്ങനത്തെ പഠനങ്ങളൊക്കെ നടത്തിയ ഉസ്താദിനെ എങ്ങനെയാണ് കുട്ടികളെ ട്രീറ്റ്മെന്റ് ചെയ്തത്
നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾ നേരെ അടുത്തതിലേക്ക് പോകും. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മളെ ഈ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാമുനയുടെ ലോഗോയാണ്. അപ്പൊ നമ്മൾ ഈ കലാമുന വേദി 4 വേദികളുണ്ട് കലാമുന നടക്കാൻ. കുറെ 220ഓളം കുട്ടികളാണ് ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ 4-3 ദിവസത്തിലായിക്കൊണ്ടാണ് ഈ ആർട്ട് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സ്പോർട്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വേദി 1 സ്ഥിതി ചെയ്യുന്നത് മെയിൻ ഗ്രൗണ്ടിലാണ്. നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയതുപോലെ വേദി 2 സ്ഥിതി ചെയ്യുന്നത് ഓഡിറ്റോറിയത്തിലാണ്. നമ്മൾ നേരത്തെ കാണിച്ചു തന്നല്ലോ ഓക്കെ. പിന്നെ വേദി 3, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഞാൻ ഈ കലാമുനയുടെ ലോഗോന്റെ മുമ്പിൽ വെച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ അർത്ഥവത്തായിട്ടുള്ള കലാമുനയുടെ ലോഗോ മുമ്പിൽ വെച്ചാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കുകയും ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ശുഭം ശുഭം.